സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സ്വപ്നം കണ്ട ജീവിതം തകർന്നുവെന്ന അഫാന്റെ ചിന്തയാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന നിഗമനത്തിൽ പോലീസ്. കടത്തിന്റെ പേരിൽ ബന്ധുക്കൾ വിമർശിച്ചതും പ്രണയത്തെ എതിർത്തതും വൈരാഗ്യത്തിന് കാരണമായി. 2000 രൂപ ചോദിച്ചപ്പോൾ അമ്മ തരാതിരുന്നതാണ് പെട്ടെന്നുള്ള പ്രകോപനമെന്നും വിലയിരുത്തൽ. ലഹരി ഉപയോഗിച്ചോ എന്നുള്ള പരിശോധനാ ഫലം ഇന്ന് ലഭിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി ശാലിനി ചിരിയാണ്. ശാലിനി, കേരളത്തെ നടക്കിയ അരുംകൊല, ഈ അരുംകൊലയിലേക്ക് നയിച്ച പ്രകോപനം, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങളും കണ്ടെത്തലുകളും ഏത് തരത്തിലാണ്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ നാട് കണ്ട ഏറ്റവും വലിയ അരുംകൊലയാണ് തലസ്ഥാനത്ത് 2 ദിവസം മുൻപ് അരങ്ങേറിയത്. അതിന്റെ നിജസ്ഥിതി, അതിന്റെ കൃത്യമായ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വെഞ്ഞാറമൂട് പോലീസ് ഉള്ളത്. നിലവിൽ അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നുകൂടി തിരുവനന്തപുരത്തെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുമെന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാസപരിശോധനാ ഫലം അടക്കം അദ്ദേഹം ഡ്രഗ്സ് അമിതമായി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങൾ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള പുറമെയുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രക്തത്തിന്റെ പരിശോധനാ ഫലം അത് കൃത്യമായി ലഭ്യമായാൽ മാത്രമേ അത്തരത്തിൽ എന്തെങ്കിലും ആണോ, ലഹരി ഉപയോഗമാണോ, അമിത ലഹരി ഉപയോഗമാണോ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുള്ളൂ. അത് മാത്രമല്ല, മറ്റ് 2 സംശയങ്ങൾ നിലനിൽക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 8 വർഷമായി അഫാന്റെ പിതാവ് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും യമൻ പൗരനുമായിട്ടുള്ള ചില ബിസിനസ്സുകൾ തകർന്നതുമൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് മാത്രമല്ല, 23-കാരനായ അഫാൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, അതാണോ ഈ ഒരു അരിംകൊലയിലേക്ക് കലാശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഒരുങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഡ്രഗ്സ് ഉപയോഗം, മറ്റേതെങ്കിലും തരത്തിൽ കോളേജിലെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്ത അഫാൻ മറ്റ് എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയാണോ കടക്കിണിയിലായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുന്നുണ്ട്. കൂടാതെ അമ്മ ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉമ്മയുടെ ആരോഗ്യനില കുറച്ചുകൂടി ബെറ്റർ ആയാൽ മാത്രമേ അവരെ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്താണ് കൃത്യമായി ആ അഫാന്റെ വീട്ടിൽ അന്ന് നടന്നത് എന്നതിലൊരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നൽകാത്തതാണോ, സാമ്പത്തിക പ്രതിസന്ധിയാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശമായിരുന്നോ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആ വ്യക്തതയൊക്കെ വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യണം, 2 ഉമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഈ 2 ചോദ്യം ഉമ്മയുടെ ആരോഗ്യനില ആദ്യത്തെ ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ നിന്നും നിർണായക വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പോലീസ് സംഘത്തിൻ്റെ നിഗമനം. ഒപ്പം ഈ അഫാന്റെ ആരോഗ്യനില സംബന്ധിച്ചും മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു. അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യസ്ഥിതിയിലായാൽ മാത്രമേ പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആ രീതിയിലുള്ള ഒരു മൊഴിയെടുപ്പിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങൂ, അല്ലേ? സുരേഷ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം 6 പേരെ കൊല്ലാനായിരുന്നു അഫാൻ പ്ലാനിട്ടതും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയതും. പക്ഷേ അതിൽ ഒരാൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്, അഫാന്റെ ഉമ്മ. ആദ്യം അഫാന്റെ ഉമ്മയാണ് വകവരുത്താനായി ശ്രമം നടത്തിയത്. പക്ഷേ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മാത്രമേ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയുള്ളൂ. കാരണം പ്രത്യേകിച്ച് അവരുടെ മാനസിക നില അടക്കം വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത്രയധികം സംഭവങ്ങൾ നേരിൽ കണ്ടതിന്റെയും കേട്ടതിന്റെയും ഒക്കെ ആശങ്കകളും ഒപ്പം തന്നെ ആ മാനസിക നില കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഉമ്മയെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഈ കേസിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത്, ആരെയാണ് വകയിരുത്തിയത്, അല്ലെങ്കിൽ എന്താണ് അഫാൻ ലക്ഷ്യം വെച്ചത് എന്നതിൽ ഒരു കൃത്യത വരികയുള്ളൂ. എന്തായാലും കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിൽ പ്രധാന ഭാഗമായിട്ടുള്ളത് ഒന്ന് സാമ്പത്തിക പ്രതിസന്ധിയാണ്, മറ്റൊന്ന് ഈ വിവാഹം കഴിച്ച് നൽകാത്തതിന്റെ പ്രശ്നങ്ങൾ, 2 ഉമ്മയോടടക്കം സാമ്പത്തികം കടം ചോദിച്ചിരുന്നു, അത് നൽകാത്തതിലുള്ള വൈരാഗ്യം, അത് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ്. പക്ഷേ സ്വന്തം അനുജനെയും പ്രണയിനിയെയും അടക്കം കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണ്, മറ്റൊരു വീട്ടിൽ പോയി അച്ഛന്റെ സഹോദരങ്ങളെയും അമ്മുമ്മയും വകവരുത്താനുള്ള സാഹചര്യം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുകയാണ് പോലീസ്. എന്തായാലും ഇന്നുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക വിഭാഗത്തിൽ തുടരുന്ന അഫാനെ ഇന്നും കൂടി ഇവിടെ തുടരും. നാളെയോടുകൂടി ആയിരിക്കും ആശുപത്രിയിൽ നിന്ന് മാറ്റുക. അതിനുശേഷമായിരിക്കും വെഞ്ഞാറമൂട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥരും ഈ കൂടുതൽ ചോദ്യം ചെയ്യുക. അതിനുശേഷമായിരിക്കും ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. എന്തായാലും അരുംകൊല ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും പോലീസ് അതിന്റെ കൃത്യമായ വ്യക്തത തേടാനുള്ള അന്വേഷണം തുടരുകയാണ്. സുരേഷ്, ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.